കുഞ്ഞിപ്പാറുവിൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടോ പാസ്സായിട്ടുണ്ട്. പാസ്സായി കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും ചേട്ടനും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലത്തെ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് ഉണ്ണികളെ ഇവിടുത്തെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. അവർ ഇവിടുത്തെ അക്കാദമിക് സിലബസൊക്കെ ആയിട്ട് ഒന്ന് ഡൈജസ്റ്റ് ആവുമോ, എങ്ങനെയായിരിക്കും, മാത്രമല്ല അറബിക്ക് പഠിപ്പിക്കണം, എങ്ങനെ പഠിക്കും, കുട്ടികൾ എങ്ങനെ എഴുതും, കുറച്ച് പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾ നല്ല മാർക്കോടെ തന്നെ പാസ് ആയിട്ടോ. 2 വിഷയത്തിൽ ഫുള്ളുണ്ട്. പിന്നെ അറബിക്ക് പരീക്ഷയിൽ നല്ല മാർക്കുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ചേട്ടൻ വെറുതെ പരീക്ഷയുടെ സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്സായി കഴിഞ്ഞ് നിനക്ക് ടാബ് വാങ്ങിച്ചു തരാമെന്ന്. കാരണം അവരുടെ കുറച്ച് അസൈൻമെൻറ്റും കാര്യങ്ങളേക്കും ഈ ടാബ് ആപ്പ് വഴിയാണ് കേട്ടോ പഠിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ നിന്ന് ടാബ് വാങ്ങണം നിർബന്ധമായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടാബ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്. നല്ലപോലെ പഠിക്കാൻ വേണ്ടി ചേട്ടൻ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ അവൾ ആദ്യം തന്നെ പറഞ്ഞു, അച്ഛാ എനിക്ക് ടാബ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അവളെ സൂത്രത്തിൽ ചേട്ടൻ മയക്കിയെടുത്തിട്ട് ടാബ് വേണ്ട, ഇപ്പം നമുക്കൊരു പാവ വാങ്ങിച്ച് തരാം, നിനക്ക് ഇഷ്ടമുള്ള പാവ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഉണ്ണികൾക്ക് ഇഷ്ടമായ പാവ വേറെയാണ്. പക്ഷേ എനിക്കും ചേട്ടനും ഈ പാവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതിൻ്റെ കണ്ണിക്ക് നോക്കി ഭയങ്കര ഒരു ശരിക്കും നമ്മുടെ ഒറിജിനൽ ഒരു കുട്ടീനെ പോലെ കേട്ടോ. ഭയങ്കര എനിക്ക് ഇഷ്ടമായി ഇതിന്. ഞാൻ ഈ പാവ എടുക്കാൻ പറഞ്ഞു. ചേട്ടനും പറഞ്ഞു ഉണ്ണികളോടും ഈ പാവ എടുത്തോന്നും. പക്ഷെ അവർക്ക് രണ്ടാൾക്ക് അതൊന്നും ഇഷ്ടമായില്ല. അവരെടുത്തത് വേറെ പാവനായിരുന്നു കേട്ടോ. വേറൊരു പാവനെ 2 പേർക്ക് ഇഷ്ടമായി. അപ്പോൾ കുഞ്ഞു പാറുവിന് ക്ലേ വേണമെന്ന് പറഞ്ഞു. ക്ലേ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കൺഫ്യൂഷനായി, ക്ലേ എടുക്കണോ പാവേനെ എടുക്കണോ, രണ്ടും വേണമെന്ന് ലാസ്റ്റ് ചേട്ടനോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ടും നടക്കില്ല, ഏതെങ്കിലും ഒരെണ്ണേ നടക്കുള്ളൂ എന്ന്. പിന്നെ കുഞ്ഞിപ്പാറു മനസ്സോടുകൂടെ അവളുടെ മറ്റേ പാവക്കുട്ടിയെ തന്നെ എടുത്തിട്ട് അവൾക്ക് ആദ്യം എടുത്ത പാവക്കുട്ടി തന്നെ എടുത്തു. ഇതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടായത് കുഞ്ഞിപ്പാറുവാണ് പരീക്ഷയിൽ പാസ്സായെങ്കിലും ബോണസായിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു പാവക്കുട്ടീനെ കിട്ടിയിട്ടാണ്.